ശ്രീമതി കെ കെ രമ, ഈ പാലത്തായി കേസിൽ എന്ന് വെച്ചാൽ 10 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ആജീവനാന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതിയെ ഇത്ര തിടുക്കത്തിൽ പരോൾ അനുവദിക്കാൻ എന്ത് താല്പര്യമാണ് ജയിൽ വകുപ്പിനും ആ ജയിൽ വകുപ്പിനെ നിയന്ത്രിക്കുന്ന സർക്കാരിനുമുള്ളത്? എനിക്ക് അറിയില്ല ഈ കേസ്. ഞാൻ ഈ പരോളിന്റെ വിവരം ഇപ്പോഴാണ് അറിയുന്നത്. എന്ത് തന്നെ ആയാലും ഇത്തരം പ്രതികൾക്ക് അവരെ പിന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പോക്സോ കേസിലെ പ്രതികൾക്ക് പോലും പരോള് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്ന് പറയുന്നത് നമ്മുടെ നിയമവാഴ്ചയെ പോലും വെല്ലുവിളിക്കുകയാണ്. അതാണ് സത്യത്തിൽ കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിയമത്തിന് ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ടാണ് പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോള് കൊടുക്കുന്നത്. ശിക്ഷിച്ച് 1 മാസം കഴിയുമ്പോഴത്തേക്ക് പുറത്തു വരാനുള്ള സൗകര്യം ഉണ്ടാവുകയാണ്. അച്ഛന് അസുഖമാണ് എന്ന് പറഞ്ഞു വരുന്നു, പിന്നെ സഹോദരിയുടെ കല്യാണം എന്ന് പറഞ്ഞു വരുന്നു. അങ്ങനെ പല കാരണങ്ങൾ വന്ന് പുറത്തു വരുന്നു. പിന്നീട് അത് സർക്കാർ ഇടപെട്ട് നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് കാഴ്ചയായിട്ട് കേരളത്തിലെ ഈ നിയമ സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇക്കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം പാലത്തായി കേസ് എന്ന് പറയുന്നത് ഒരു പോക്സോ കേസാണ്. ആ പോക്സോ കേസിലെ പ്രതികൾക്കും ഈ തരത്തിലേക്കാണ് പരോള് കിട്ടുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് കോടതിയും നിയമവും എന്നുള്ളത് മനസ്സിലാവുന്നില്ല. യെസ്, താങ്ക് യു രമ, കെ കെ രമ പ്രതികരിച്ചതിന്.